Once again, I praise God for this day and this time that the Lord has given in our lives to be in His presence. Let's sit in God's presence with the expectation to continue to receive from the Lord. ഒരിക്കൽ കൂടി ഞാൻ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ വന്ദനം അറിയിക്കുന്നു. ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു. നമുക്ക് ദൈവവചനത്തിൽ ധ്യാനിക്കാം. Sometimes I know that I repeat this, but it's not, I don't know, when you hear and read about things happening around the world, I just count it's a privilege that we all could be together in the presence of the Lord. ഞാൻ ആവർത്തിക്കുന്ന ഒരു വിഷയമാണിത്. എന്നാൽ ഈ ലോകത്തിലെ പല വാർത്തകളും വിഷയങ്ങളും കാണുമ്പോൾ നാം ഒന്നിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്നത് ഒരു വലിയ അനുഗ്രഹമായി ഞാൻ കരുതുന്നു. Last week I came across certain news, not from the media, but personally, some people send me and other ways. And the other day I was thinking, Lord, I thank you that with freedom, without any fear, we can praise you and we can thank you. Amen. വാർത്താവിനിമയത്തിലൂടെയല്ല, എന്നാൽ വ്യക്തിപരമായ ചില വാർത്തകൾ ഞാനിങ്ങനെ കേൾക്കുവാനിടയായി. അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ആനന്ദമുണ്ടായി. നമുക്ക് ഇത്രയും സ്വാതന്ത്ര്യത്തോടുകൂടി ഭയമില്ലാതെ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. Sometimes I remind, I don't know on Sundays, but Saturday meetings and all, I remind people, and I'm sure I have reminded many times, don't allow the devil to bind your praise life. ഞാൻ പറയുന്ന ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള വിഷയമാണിത്. സാത്താൻ നമ്മുടെ സ്തുതിയുടെ ജീവിതം, സ്തുതിയുടെ വാക്കുകളെ അത് കെട്ടുവാൻ ഇടയാക്കരുത്. See, don't allow the devil to discourage you and tie you down. Not in the, you need to understand the right sense. Tie you down in your prayer life. But equally important is that he should not tie you down in your praise life. ശത്രു ഒരിക്കലും നമ്മളെ നാം അത് മനസ്സിലാക്കണം, കെട്ടിയിടുവാൻ അനുവദിക്കരുത്. പ്രാർത്ഥനയുടെ ജീവിതത്തിൽ, പ്രാർത്ഥനയുടെ വിഷയത്തിലും അതുപോലെ തന്നെ സ്തുതിയുടെ വിഷയങ്ങളിലും നമ്മെ കെട്ടിയിടുവാൻ അനുവദിക്കരുത്. There are many things in Christian life where the enemy will try to bind people. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ശത്രു കെട്ടിയിടുന്ന പല വിഷയങ്ങളുണ്ട്. And when a person is bound in an area, they sense suffocation, a feeling of suffocation in their life. ഏതെങ്കിലും ഒരു ഭാഗത്ത് കെട്ടിയിടുകയാണെങ്കിൽ, അടക്കി വെക്കുകയാണെങ്കിൽ ഒരു ശ്വാസം മുട്ടലിന്റെ അനുഭവം ഉണ്ടാകും. You will not feel the energy to do anything. You will feel a lethargy in your spiritual life. ആത്മീയമായ ജീവിതത്തിൽ ഒരു ഊർജ്ജത്തോടെ മുന്നോട്ട് നീങ്ങുവാൻ കഴിയുകയില്ല. ഒരു ഉഴപ്പിന്റെ മനോഭാവം. You will not have the enthusiasm. You will not have the zeal to move forward. മുന്നോട്ട് നീങ്ങുവാൻ ആ എരിവ് ഉണ്ടാകുകയില്ല. Now what you need to do? എന്താണ് ചെയ്യേണ്ടത്? When you sense those things in your life, ഇങ്ങനെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ one thing you can do, ചെയ്യേണ്ടുന്ന ഒരു കാര്യം, open up your mouth and start praising God. വാകൾ തുറന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങുക. In the first service we sang a song, I raise a hallelujah in the midst of the enemies. ശത്രുവിന്റെ നടുവിൽ ഞാനൊരു ഹല്ലേലൂയ ഉയർത്തുന്നു എന്ന പാട്ട് നാം പാടിയല്ലോ. When things go around me wrong, still I praise your name. എന്റെ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം വിചാരിക്കാത്ത രീതിയിൽ തെറ്റി പോകുമ്പോൾ ഞാൻ അപ്പോഴും ദൈവത്തെ സ്തുതിക്കും. The people walked around the walls of Jericho for 7 days. നിങ്ങൾക്കറിയാമല്ലോ, ഇസ്രായേൽ ജനം യെരിഹോ മതിലിന്റെ ചുറ്റും 7 ദിവസം നടന്നു. They did as per what God told them. അവർ ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. When they shouted, അവർ ആർത്തപ്പോൾ, when they praised God, അവർ ദൈവത്തെ സ്തുതിച്ചപ്പോൾ, we all know the walls came tumbling down. ആ മതിലുകൾ അത് ഇടിഞ്ഞു വീണു. In another instance, വേറൊരു ഭാഗത്ത് what happened was when people praised, there was fear in the enemy's camp. ദൈവജനം ആർത്തപ്പോൾ, സ്തുതിച്ചപ്പോൾ ശത്രുവിന്റെ പാളയത്തിൽ ഭയമുണ്ടായി. Have you realized one thing? When the devil roars and we hear his voice, sometimes we tremble. ഇങ്ങനെ ഇത് നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ശത്രു ആർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഭയത്തിന്റെ അനുഭവം. He won't literally come in the form of what we have imagined, but through other people, through media, through different sources, he will roar at you, he will threaten you, he will tell certain things to frighten you. നാം ചിലപ്പോൾ ചിന്തിക്കുന്ന മണ്ഡലത്തിൽ ചിന്തകളിൽ ആയിരിക്കുകയില്ല സാത്താൻ വരുന്നത്. എന്നാൽ വാർത്താവിനിമയത്തിലൂടെ അല്ലെങ്കിൽ ചില വാർത്തകളിലൂടെ, ചില മനുഷ്യരിലൂടെ, ചില ചിന്തകളിലൂടെ ശത്രു നമ്മളെതിരെ ആർക്കുമ്പോൾ, sometimes it may be a pain in one part of your body.
നമ്മുടെ ശരീരത്തിലെ ഒരു വേദനയായിരിക്കാം. Have you ever experienced that you started experiencing pain, let's say in your neck or somewhere, somewhere in your body you started experiencing pain. ഇങ്ങനെ ചിന്തിക്കാം, ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേദന തുടങ്ങി. And you opened the phone and you are reading the news. ഫോൺ എടുത്ത് ന്യൂസ് വായിക്കുകയാണ്. Or somebody called you. അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചു. And they tell, somebody had pain in their neck and it turned out that they had a cancer. ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുകയാണ്, ഇന്ന ഒരാൾക്ക് കഴുത്തിൽ ഇങ്ങനെ ഒരു വേദന തുടങ്ങി, അത് ക്യാൻസർ ആയി മാറി. It was nothing in the beginning, but in the end, I know that this example is not accurate, but still I hope you understand what I'm trying to say. It ended up in big problem. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ കരുതുക. ഒരു ചെറുതായി തുടങ്ങിയ ഒരു വേദന ഒരു വലിയ പ്രയാസമായി മാറി. Or it ended up in a surgery. അതല്ലെങ്കിൽ ഒരു വലിയ സർജറി ആയി മാറി. So you got the message. നിങ്ങൾക്ക് അങ്ങനെ ഒരു വാർത്ത. What do you do typically? ആദ്യം എന്താണ് ഉടനെ ചെയ്യുക? There will be silence in your tent. നിങ്ങളുടെ കൂടാരത്തിൽ ഒരു അനക്കമില്ലാത്ത അനുഭവം. You don't speak. ഒന്നും സംസാരിക്കുകയില്ല. You are gloomy. ഒരു നിരാശ. You're sad. ഒരു സങ്കടമുണ്ടാകും. Why? Because you heard the voice of the enemy and now there is silence in your tent. കാരണം നിങ്ങൾ ശത്രുവിന്റെ നാവിൽ നിന്ന് ഒരു വാർത്ത കേട്ടു, അത് കാരണം കൂടാരത്തിൽ ശബ്ദമില്ല. But a child of God, when they hear the enemy's roar, what should you do? എന്നാൽ ഒരു ദൈവ പൈതൽ ശത്രുവിന്റെ ആർപ്പ് ജീവിതത്തിൽ കേൾക്കുമ്പോൾ എന്താണ് When ചെയ്യേണ്ടത്? you hear the words of the enemy, what you should do? ശത്രുവിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? See, he is trying to bind your praise life. നിങ്ങളുടെ സ്തുതിയുടെ ജീവിതത്തെ അത് കെട്ടിയിടുവാനാണ് ശ്രമിക്കുന്നത്. But you should start praising God. എന്നാൽ അപ്പോഴാണ് ഈ ദൈവത്തെ സ്തുതിക്കുവാൻ. You should start proclaiming the goodness of God. ദൈവത്തിന്റെ നന്മകളെ നാം അറിയിക്കണം. That is the time when you should remember the memory verse you have learned. പഠിച്ച വാക്യങ്ങൾ അപ്പോൾ ഓർക്കണം. That is the time when you proclaim that the Lord is my shepherd, I shall not want. യഹോവ എന്റെ ഇടയനാകുന്നു എന്ന് പറയേണ്ടുന്ന, ധൈര്യത്തോടെ പറയേണ്ടുന്ന സമയമാണ്. That is the time when you should say, He leads me besides the quiet waters. വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു എന്ന് പറയേണ്ടത് അപ്പോഴാണ്. That is the time when you should proclaim that I will live in the land of the living and I will see the goodness of the Lord. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് പാർക്കും, ദൈവത്തിന്റെ നന്മ ഞാൻ കാണുമെന്ന് പറയേണ്ടത് അപ്പോഴാണ്. Don't allow the enemy to bind your praise life. ശത്രു ഒരിക്കലും നമ്മുടെ സ്തുതിയുടെ ജീവിതത്തെ കെട്ടിയിടുവാൻ അനുവദിക്കരുത്. When he binds your praise life, remember you are on a hill down, you're going down the hill. സ്തുതിയുടെ വാക്കുകളെ കെട്ടിയിടുമ്പോൾ, ബന്ധിക്കുമ്പോൾ മനസ്സിലാക്കണം, ഒരു മല ഇറക്കത്തിലാണ് നാം അപ്പോൾ. You should have a good spiritual temperature. ഒരു ആത്മീയമായ നല്ല ചൂടുണ്ടായിരിക്കണം. When I say that spiritual temperature, you understand there is a temperature for your prayer life, there is a temperature for your praise life. മനസ്സിലാകുന്നു എന്ന് കരുതുന്നു. പ്രാർത്ഥനയ്ക്ക് ഒരു ചൂടുണ്ട്, ആത്മീയ ജീവിതത്തിന് ഒരു ചൂടുണ്ട്. If you are cold in your praise life, your entire life will be very cold. നിങ്ങളുടെ സ്തുതിയുടെ ജീവിതം തണുത്തിരിക്കുന്നുവെങ്കിൽ ജീവിതം മുഴുവൻ തണുത്തിരിക്കും. But when you start praising God, എന്നാൽ ദൈവത്തെ സ്തുതിക്കുവാൻ there will be confusion in the enemy's camp. ശത്രുവിന്റെ പാളയത്തിൽ അവിടെ അവർക്കൊരു പ്രയാസമുണ്ടാകും. And when you come to the church, we get together, we should praise God. സഭയിൽ ഒന്നിച്ചുകൂടി ഇരുന്ന് നാം സ്തുതിക്കുമ്പോൾ, when you are alone, you should praise God. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ സ്തുതിക്കണം. A Christian should have the habit of praising God on a daily basis. ഒരു ക്രിസ്ത്യാനി എല്ലാ ദിവസവും എല്ലായ്പ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കണം. You remember the times when we used to meet in the community center? കമ്മ്യൂണിറ്റി സെന്ററിൽ നാം ഒന്നിച്ചു കൂടുന്ന ആ സമയം ഓർക്കുന്നുണ്ടോ? Sometimes our God is great. നമ്മുടെ ദൈവം വലിയവനാണ്. If we were in the community center, നാം കമ്മ്യൂണിറ്റി സെന്ററിൽ തന്നെ and if we didn't have this building, ഈ ബിൽഡിംഗ് നമുക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ, during the COVID we would have been still in homes. കോവിഡ് സമയത്ത് മുഴുവനും നാം വീടുകളിൽ തന്നെ ആയിരിക്കുമായിരുന്നു. And now you remember one thing, that when we used to just raise our voice a little bit, somebody would come and ask the media team to bring down the voice. അവിടെ അല്പം ശബ്ദം കൂടുമ്പോൾ ആരെങ്കിലും അവിടെയുള്ളവർ വന്ന് വോളിയം കുറയ്ക്കുവാൻ പറയുമായിരുന്നു. But we are in a place now where there is nobody going to come and ask you to reduce the volume. എന്നാൽ നാം ഇപ്പോൾ ഒരു സ്ഥലത്ത്, ഇവിടെ ആയിരിക്കുന്ന സ്ഥലത്ത് ആരും വന്ന് നമ്മളോട് പറയുകയില്ല ശബ്ദം കുറയ്ക്കുവാൻ. And if one of your neighbor tells you that you are too loud,
നമ്മുടെ അയൽവാസി പറയുകയാണ് നാം അധികം ശബ്ദം Not കൂട്ടുന്നു. the neighbor sitting in your church, along with you, or near your aisle or somewhere, somebody sitting and saying you are too loud. സഭയിൽ നാം ഇരിക്കുമ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന ആരെങ്കിലും പറയുകയാണ് നിങ്ങൾ വളരെ ഉച്ചത്തിൽ ആരാധിക്കുന്നു. Tell them, sorry, I came here not to please anyone. I came here, and when I remember my Redeemer, I cannot keep quiet. I will shout more in the presence of my Lord. ഇങ്ങനെ മറുപടി പറയാൻ കഴിയണം. ഞാൻ വേറെ ആരെയും ബോധ്യപ്പെടുത്തുവാനോ കേൾപ്പിക്കുവാനോ അല്ല ഇവിടെ ഇരിക്കുന്നത്. എന്നാൽ എന്റെ വീണ്ടെടുപ്പുകാരനെ കേൾപ്പിക്കുവാൻ, അവനെ ആരാധിക്കുവാനാണ് ഞാൻ ഇവിടെ. There was a queen in Israel who thought her husband is a crazy man to dance in front of the servant girls. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഇങ്ങനെ ചരിത്രമുണ്ടായ ഒരു ഭാര്യ ഇങ്ങനെ ചിന്തിച്ചു, തന്റെ ഭർത്താവ് അവിടെ പാടുന്നത്, അവിടെ ആടുന്നത് അത് നല്ലതല്ല. But the response of David was, I will become even more, hallelujah, more worse than this. I will shout because it is a God who brought me this far. എന്നാൽ ദാവീദ് ഇങ്ങനെ മറുപടി പറഞ്ഞു, എന്നെ ഇവിടം വരെ കൊണ്ടുവന്നത് ദൈവമാണ്. ഞാൻ ഇനിയും ആർക്കും, ഇനിയും ഞാൻ സ്തുതിക്കും, ഇനിയും ഞാൻ ആടും. See, when you remember who brought you this far, you will be able to loosen up yourself and you will be able to sing unto his holy name. നമ്മെ ഇവിടം വരെ കൊണ്ടുവന്നത് ആരാണ് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് മനസ്സിലാക്കുമ്പോൾ ആ വിശുദ്ധ നാമത്തെ നമുക്ക് സ്തുതിക്കുവാൻ When we understand the basis of our standing, we will be able to praise God. നാം നിൽക്കുന്നതിന്റെ അടിസ്ഥാനം നാം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ കഴിയുകയില്ല. In the Psalms we read this morning, it said, when the foundations have been shaken, what can the righteous do? When we forget about our foundation and fundamentals of our faith, that's where we tighten up ourselves and we are unable to praise God. ഇന്ന് രാവിലെ നാം വായിച്ച സങ്കീർത്തനത്തിൽ വായിച്ചല്ലോ, അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോകുമ്പോൾ നീതിമാൻ എന്ത് ചെയ്യും? നാം അടിസ്ഥാനം എന്തെന്ന് അറിയുമ്പോൾ നമുക്ക് നിലനിൽക്കുവാൻ കഴിയും. When we forget our foundations and how we came this far, that's the time we get stiff in our spiritual life. നമ്മുടെ അടിസ്ഥാനം ഇളകുമ്പോൾ, നാം വന്ന വഴികൾ നാം മറക്കുമ്പോൾ, അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം മരവിച്ചു പോകും. This morning I didn't intend to say all these things, ഇതെല്ലാം ഞാൻ പറയുവാൻ ഞാൻ ആഗ്രഹിച്ചതല്ല. but I believe that somebody needs to hear this morning. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു ഈ വാക്കുകൾ കേൾക്കുവാൻ ആരോ ഉണ്ട്. If there is sickness in your house, നിങ്ങളുടെ ജീവിതത്തിൽ രോഗങ്ങളുണ്ടെങ്കിൽ, if there is repeated problems coming, പ്രയാസങ്ങൾ വീണ്ടും വീണ്ടും വന്നു, if you are hearing the voice of the enemy telling that I'm going to destroy, something is going to go wrong in your life. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ശത്രുവിന്റെ ശബ്ദം വരികയാണ്, എന്തോ ഒരു തകർച്ച ഞാൻ കൊണ്ടുവരുന്നു എന്ന്. Something you are hearing that something bad is going to happen. എന്തോ പ്രശ്നം വരാൻ പോകുന്നു എന്ന്. Don't go silent in the midst of that voice. ആ ശബ്ദത്തിന്റെ മുൻപിൽ നിശബ്ദരാകരുത്. That is the time where you need to rise and you need to sing praises to your God, because there will be confusion in the enemy's camp and there will be deliverance in your camp. എന്നാൽ ആ സമയത്താണ് ഉണർന്ന് എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കേണ്ടെന്ന്. അപ്പോൾ ശത്രുവിന്റെ പാളയത്തിൽ പ്രയാസമുണ്ടാകും. Because deliverance will come. When Paul and Silas were praising at the midnight, if the place was shaken, if there was an earthquake, let me tell you, there is tremendous power when we praise our God. വിടുതൽ ഉണ്ടാകുക തന്നെ ചെയ്യും. പൗലോസും ശീലാസും അവർ ആർത്തപ്പോൾ, അവർ സ്തുതിച്ചപ്പോൾ കാരാഗ്രഹം ഇളകിയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും വിടുതൽ ഉണ്ടാകുക തന്നെ Because ചെയ്യും. heaven comes down at that time. സ്വർഗ്ഗം ഇറങ്ങി വരും ആ And when സമയത്ത്. heaven comes down, it will not be the same the way it was before. സ്വർഗ്ഗം ഇറങ്ങി വരുമ്പോൾ ആ അനുഭവത്തിൽ When വ്യത്യാസമുണ്ടാകും. God visits a person or a family or a church or a community, there will definitely be change happening in that place. ദൈവം ഒരു വ്യക്തിയെ, ഒരു സമൂഹത്തെ, ഒരു സഭയെ, ഒരു ദേശത്തെ സന്ദർശിക്കുമ്പോൾ അവിടെ ഒരു വ്യത്യാസമുണ്ടാകും. Let me tell you, when the glory of God comes down in your prayer life, there will be breakthroughs happening in your tent. ദൈവത്തിന്റെ മഹത്വം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ വരുമ്പോൾ ആ സമയത്ത് നമ്മുടെ പാളയത്തിൽ ഒരു Let me വലിയ tell you, in വിജയമുണ്ടാകും. your house, when praises arise, and in your prayer room, when the glory of God comes down, there will be deliverance happening in the peripherals. സ്തുതിയുടെ ശബ്ദം ഉയരുമ്പോൾ, കൂടാരങ്ങളിൽ നിന്ന് ഉയരുമ്പോൾ നമ്മുടെ വീടിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങും. അവിടെ വിടുതൽ ഉണ്ടാകും. Somebody needs to listen this. Let me tell you, when the enemy tries to oppress you, when the enemy tries to keep you down, you should not go down. You should stand up and start praising God. You are going to see deliverance is coming in the different realms of your life. ഈ വാക്കുകൾ കേൾക്കുവാൻ ആർക്കോ
കേൾക്കുവാനുണ്ട്. ശത്രു നമ്മളെ അമർത്തുമ്പോൾ, ശത്രു നമ്മളെ പിടിച്ചു കെട്ടുവാൻ ആഗ്രഹിക്കുമ്പോൾ സ്തുതിയുടെ വാക്കുകൾ ഉയർത്തുക, അവിടെ വിടുതലുണ്ടാകും. You are going to see the situations change. അവസ്ഥകൾക്ക് വ്യത്യാസമുണ്ടാകും. You are going to see circumstances change. അവിടെ ശൈലികൾക്ക് വ്യത്യാസമുണ്ടാകും. Why? Because you are no longer under the bondage. You will set yourself free. God's power will come upon your life. കാരണം അങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ പിന്നെ ബന്ധനത്തിന്റെ കീഴിലല്ല, ദൈവശക്തി വന്ന് അവിടെ വിടുതലുണ്ടാകും, സ്വാതന്ത്ര്യമുണ്ടാകും. This morning the Lord is asking some of you to start rise in your praise life. ഇന്ന് പ്രഭാതത്തിൽ ദൈവം ആരോടൊക്കെയോ പറയുന്നു, സ്തുതിയുടെ ജീവിതം, സ്തുതിയുടെ ശബ്ദം ഉയർത്തുക. Oh, hallelujah. ഹല്ലേലൂയ. We ആമേൻ. praise you, Jesus. We give you glory. Hallelujah. Amen. Take that as a word and you're going to see God's hand moving in your life. ഈ വാക്കുകൾ ഏറ്റെടുക്കുക, ദൈവത്തിന്റെ കരം നിങ്ങളുടെ ജീവിതത്തിൽ അനങ്ങും. Let me come to the scriptures this morning which I wanted to speak, and let me quickly share few things here. Read Zechariah chapter 11 verses 17 along with me. Zechariah chapter 11 verses 17. നമ്മൾ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സെഖര്യാവിന്റെ പുസ്തകം 11 അധ്യായം 17 വാക്യം. Woe to the worthless shepherd who deserts the flock. May the sword strike his arm and his right eye. May his arm be completely withered, his right eye totally blinded. ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ചു കളയുന്ന തുമ്പ് കെട്ട ഇടയന് അയ്യോ കഷ്ടം. അവന്റെ ഭുജത്തിനും വലങ്കണ്ണിനും വരൾച്ച. അവന്റെ ഭുജം അശേഷം വരണ്ടും വലങ്കണ്ണ് അശേഷം ഇരുണ്ടും പോകട്ടെ. As I told you in the past weeks, it's not easy when you are on a series. ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞതുപോലെ ഒരു പരമ്പരയിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് എപ്പോഴും എളുപ്പമല്ല. This is not a verse which I would if I had a choice, I would start taking out and start preaching. അവസരമുണ്ടെങ്കിൽ എടുത്ത് പ്രാർത്ഥിക്കുവാൻ ചിന്തിക്കുന്ന ഒരു വാക്യമല്ല ഇത്. Because this chapter talks about shepherds, two types of shepherds. ഈ ഭാഗം രണ്ട് തരത്തിലുള്ള ഇടയന്മാരെ കുറിച്ച്. To summarize, chapter 11 talks about two types of shepherds. 11 അധ്യായം രണ്ട് തരം ഇടയന്മാരെ കുറിച്ച് സംസാരിക്കുന്നു. When you read from verse 4 to 14, it talks about a type of shepherds who will God will reject his sheep because they rejected them, that type of shepherds. 4 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു തരം ഇടയന്മാരെ കാണുന്നു. അവരുടെ ആടുകളെ ദൈവം തള്ളിക്കളയും, കാരണം അവർ ദൈവത്തെ അനുസരിച്ചില്ല. And they did not accept this, so God is going to reject them. അവരെയും ദൈവം തള്ളിക്കളയും. Now there is another group of shepherds mentioned there whom God would let his people fall under, and they are the evil shepherds. എന്നാൽ മറ്റൊരു ഇടയന്മാരെ കുറിച്ച് പറയുന്നു, അവർ വീണു പോകും, കാരണം അവർ വീണു പോകും. Let me explain again. There are good shepherds, there is a good shepherd, and there are evil shepherds. ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, ഒരു നല്ല ഇടയനുണ്ട്, എന്നാൽ നല്ലതല്ലാത്ത ഇടയന്മാരുമുണ്ട്. I title my message as good and bad shepherds. So the good shepherd are the ones, what happens is they were rejected by the sheep, and because of that they were rejected by God. And the bad shepherds are the one under whom God will allow people to go, and because they again rejected God. നല്ല ഇടയന്മാരും ദുഷ്ട ഇടയന്മാരെയും കുറിച്ച് അത് ഒരു തരം അവർ വീണു പോകുവാൻ ആടുകൾ സമ്മതിക്കും, മറ്റത് ദൈവം അവരെ വീഴുവാൻ സമ്മതിക്കും. So in today's world we don't hear about shepherds. Mostly if you are a church member, you hear shepherd in the context of pastors, the word shepherd. ഈ കാലഘട്ടത്തിൽ നാം അങ്ങനെ ഇടയന്മാരെ കുറിച്ച് അങ്ങനെ കേൾക്കാറില്ല. ഇടയൻ എന്ന് ചിന്തിക്കുമ്പോൾ ഒരു സഭയിലെ പാസ്റ്റർ എന്നാണ് ആദ്യം വരുന്ന ചിന്ത. Yeah, normally we hear like shepherd pastors. That's the normal thing. I don't know how many other real shepherds you know. ശരിക്കും ഒരു ആട്ടിടയൻ ആരുണ്ടെന്ന് എനിക്കറിയില്ല, എന്നാൽ സാധാരണ കേൾക്കുമ്പോൾ പാസ്റ്റർ എന്നാണ്. I came across a story. Once upon a time, a youth minister was taking Sunday school or a Bible class for little kids. ഞാനിങ്ങനെ ഒരു കഥ കേൾക്കാൻ ഇടയായി, ഒരു കാര്യം കേൾക്കാൻ ഇടയായി. ഒരു യൂത്ത് പാസ്റ്റർ, ഒരു മിനിസ്റ്റർ ഒരു സൺഡേ സ്കൂൾ എടുക്കുകയാണ്. So he was teaching them about the shepherd, good shepherd. നല്ല ഇടയനെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. And as he was talking about the shepherd, ഇടയനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, and as he was explaining all those things, ആ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുമ്പോൾ, he said the sheep are not smart. താൻ ഇങ്ങനെ പറയാനുണ്ടായി, ആടുകൾ വലിയ ബുദ്ധിയുള്ളതല്ല, they wander off. അവർ അലഞ്ഞു പോകും. See, it's a shepherd's job is very difficult because sheep are dumb, like they ran and they wander off here and there. So shepherd has to bring them along.
ഒരു ആട്ടിടയന്റെ ഉദ്യോഗം, അവരുടെ ജോലി എളുപ്പമല്ല. കാരണം ഈ മൂഢമായ ആടുകളെ അവരെ ഒന്നിച്ചു കൊണ്ട് So നടക്കണം. as they are taking a bunch of group of sheep to feed them and to take them, along, some of them will go after, they will see something there, some green leaves there, and they will go up there. You might have seen, some of you, if you have seen sheep, they will go here and there. ഈ ആട്ടിൻകൂട്ടത്തെ ഇങ്ങനെ കൊണ്ട് പോകുമ്പോൾ അതിലെ ചിലത് എന്തെങ്കിലും കണ്ടിട്ട് വഴിതെറ്റി പോകും. പച്ചില കണ്ട് അങ്ങോട്ട് തിരിഞ്ഞു അല്ലെങ്കിൽ മറ്റേ അങ്ങോട്ട് തിരിഞ്ഞു പോകും. നിങ്ങൾ ശരിക്കും ആടുകളെ So then the shepherd has to use his staff and bring those sheep along with the bigger group so that they can move. ഈ ആട്ടിടയൻ ഈ അലഞ്ഞു തെറ്റിപ്പോയ ആടുകളെയും കൂട്ടി ഈ വലിയ ആട്ടിൻകൂട്ടത്തിനോട് ചേർത്ത് കൊണ്ടുപോകണം. As I say that story, let me also remind you, sometimes the sheep are like that, we all are like that. Somewhere we see that there is some little bit more greenery there, we ran after that. ഈ കഥ പറയുമ്പോൾ ഞാൻ ഇതോടെ ഓർമ്മിപ്പിക്കട്ടെ, ആടുകൾ നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എവിടെയെങ്കിലും ഒരിടത്ത് കൂടുതൽ പച്ച കാണുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു പോകും. Okay, let me come back to the story I was telling. ആ കഥയിലേക്ക് മടങ്ങി വരട്ടെ. So now, after all these things, this youth minister asked, okay, this is the sheep, but who is the shepherd? ഈ യൂത്ത് പാസ്റ്റർ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചു, ആടുകൾ ഇങ്ങനെയാണ്, ആരാണ് ഈ ആട്ടിടയൻ? So he told about the shepherd, that shepherd's job is very difficult, they have to bring along all those things, and then he asked, who is the shepherd? താൻ ആട്ടിടയന്റെ ജോലി വലിയ പ്രയാസമാണെന്നെല്ലാം പറഞ്ഞു വിശദീകരിച്ചിട്ട്, ആരാണ് ഈ ആട്ടിടയൻ? Okay, one of the kid said, ഒരു കുഞ്ഞിങ്ങനെ ഉത്തരം പറഞ്ഞു, Jesus is the shepherd. യേശുവാണ് ഇടയൻ. So this youth the minister was very sad. ഈ യൂത്ത് മിനിസ്റ്ററിന് പ്രയാസമുണ്ടായി. He was really hoping and he thought that one of the kids will say, the shepherd is the pastor. You are the shepherd. താൻ ഇങ്ങനെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ താൻ ഇങ്ങനെ ആഗ്രഹിച്ചു, ഏതെങ്കിലും ഒരു കുഞ്ഞ് പറയുമായിരിക്കും, പാസ്റ്ററാണ് ഷെപ്പേർഡ്, നിങ്ങളാണ് ഷെപ്പേർഡ് എന്ന്. But this person was a little bit disappointed and he asked, if Jesus is the shepherd, who am I? തനിക്ക് ഇങ്ങനെ നിരാശയുണ്ടായി. താൻ ഇങ്ങനെ ചോദിച്ചു, യേശുവാണ് ഇടയനെങ്കിൽ പിന്നെ ഞാൻ ആരാണ്? So the kid replied, ഈ കുഞ്ഞിങ്ങനെ മറുപടി പറഞ്ഞു, he said, you are the sheepdog. നിങ്ങൾ ആടുകളെ മേയ്ക്കുന്ന ഒരു പട്ടിയാണ്. Sheepdog. So sheepdogs are the dogs historically used in connection with the raising of sheep. ഈ ആടുകളെ കൂട്ടുന്ന പട്ടി ഈ ആടുകളെ മേയ്ക്കുന്നവർ അല്ലെങ്കിൽ ആടുകളെ വളർത്തുന്നവർ ഉള്ള പട്ടിയാണ്. Yeah, there are different breeds. They look a little bit, not they have fur and all. They don't look like a shepherd. Like sorry, they don't look like a sheep, but they call us a sheepdog. And the shepherd uses these sheepdogs to maintain the sheep. ഈ ആടുകളെ മേയ്ക്കുവാൻ സഹായിക്കുന്ന പട്ടികളാണ് ഈ പട്ടികൾ. Some of you are saying, Pastor, today I got a revelation. നിങ്ങൾ പലരും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും, പാസ്റ്റർ എനിക്ക് ഇന്ന് ഒരു വെളിപ്പാട് കിട്ടി. I cast that revelation in the name of Jesus. ഞാൻ യേശുവിന്റെ നാമത്തിൽ അത് പറയുന്നു. ആ വെളിപ്പാടിനെ ഞാൻ ശാസിക്കുകയാണ്. See, pastors are not sheepdogs. പാസ്റ്റർമാർ ഈ but in some ways, that's the job they do. എന്നാൽ പലപ്പോഴും ആ ഉദ്യോഗവും ആ ദൗത്യവും ചെയ്യാറുണ്ട്. So keep that story in your mind, but forget about it very soon. There was a thing I wanted to share about that. So this boy was correct. Jesus is the shepherd. ഈ കഥ മനസ്സിൽ വെക്കുക. ഈ കുഞ്ഞു പറഞ്ഞത് ശരിയാണ്, യേശുവാണ് ശരിയായ ആട്ടിടയൻ. And Jesus said, my sheep will hear my voice. യേശു പറഞ്ഞത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. But along with that, what God has given is, God gave shepherds for his people. അതോടുകൂടി തന്നെ ദൈവം മറ്റ് ഇടയന്മാരെയും തന്റെ ജനത്തിന് നൽകിയിട്ടുണ്ട്. To lead the people. അവരെ നയിക്കുവാൻ. To lead them to the destiny God has kept in front of them. അവരെ ഏത് വഴിയിൽ നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നോ ആ വഴി നടത്തുവാൻ. See, Moses, even though he is officially not called as a shepherd, the job he did for a long time was that of a shepherd. Literally, and for the Israelites, he did the same job. മോശയെ കുറിച്ച് നമുക്കറിയാം. മോശയെ നാം അങ്ങനെ വിളിക്കുന്നില്ല എങ്കിലും അക്ഷരീകമായി താൻ ഒരു ആട്ടിടയനായിരുന്നു. അതോടുകൂടി തന്നെ ഇസ്രായേൽ മക്കളെ അങ്ങനെ നയിക്കുകയും he was leading his father-in-law's sheep, and he was leading or taking care of them in the desert, in the wilderness. തന്റെ അമ്മായിയപ്പന്റെ ആ ആടുകളെ താൻ മേയ്ക്കുവാനിടയായി. But then what happens? God calls him. ദൈവം തന്നെ വിളിച്ചു. And later, after some time, അതിന് അല്പസമയം കഴിഞ്ഞ് he is now leading 100,000s of people out of the land of Egypt, and he is a shepherd to them.
ഇപ്പോൾ താൻ ലക്ഷക്കണക്കിന് ജനത്തെ മിസ്രൈമിൽ നിന്ന് നയിച്ച് അവർക്ക് ഇടയനായി മുന്നിൽ നടക്കുകയാണ്. Throughout the history and even today, God designates, God gives people the responsibility to lead people. They are called as the shepherds. ചരിത്രം പഠിക്കുമ്പോഴും അതുപോലെ ഇന്നും ദൈവം ചിലരെ നിയോഗിക്കുന്നു തന്റെ ജനത്തെ നയിക്കുവാൻ. അവരാണ് ഇടയന്മാർ. Today in the churches we call that as pastors. ഇന്ന് ഒരു സഭാതലത്തിൽ നാം അവരെ പാസ്റ്റർ എന്ന് പറയുന്നു. Shepherd and pastor is goes along with the same meaning. Basically the people who are the responsibility to lead people. ഈ ഇടയൻ അല്ലെങ്കിൽ ഇടയനോ അഥവാ പാസ്റ്റർ എന്ന് നാം പറയുന്നത് അത് ഒരുപോലെ തലത്തിൽ ദൈവം ഉദ്ദേശിക്കുന്ന പദങ്ങളാണ്. And today everybody is called as pastor. ഇന്നത്തെ കാലത്ത് എല്ലാവരും പാസ്റ്റർ എന്നറിയപ്പെടുന്നു. If somebody can open Psalms 23 and read that and say a few words, tomorrow they are pastors. സങ്കീർത്തനം 23 തുറന്ന് ഒരു 4 വാക്ക് പറയുവാൻ കഴിയുകയാണെങ്കിൽ അവരെയും പാസ്റ്റർ എന്ന് വിളിക്കുന്നു. I am of the opinion that somebody who is not having a pastoral responsibility should not be called as pastors. എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്, ഒരു ഇടയ ദൗത്യം ഉത്തരവാദിത്വം ഇല്ലാത്ത ആരെയും പാസ്റ്റർ എന്ന് വിളിക്കരുത്. In other ministry circles where I am, I don't like to refer to myself as pastor because I am not their pastor. മറ്റ് ശുശ്രൂഷ തലങ്ങളിൽ ഞാൻ പാസ്റ്റർ എന്ന് വിളിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല, കാരണം ഞാൻ ആ തലത്തിൽ ഒരു പാസ്റ്റർ ജോലി ചെയ്യുന്നില്ല. But there are people whom I actually give that kind of a role or guidance and other things, and I'm fine with them calling. But sometimes this word is stretched. Everybody is a pastor. എന്നാൽ മറ്റൊരു തലത്തിൽ ഒരു ഇടയൻ അല്ലെങ്കിൽ ഒരു പാസ്റ്റർ എന്ന തലത്തിൽ ഞാൻ ശുശ്രൂഷിക്കുന്നു. ആ ഒരു തലത്തിൽ അങ്ങനെ വിളിക്കുന്നതിൽ തെറ്റ് കാണുന്നില്ല. Somebody goes to a Bible college and learns something, tomorrow they want to be a pastor. ഒരു ആരെങ്കിലും ബൈബിൾ കോളേജിൽ പോയി വചനം പഠിക്കുകയാണെങ്കിൽ അവരും പാസ്റ്റർ ആയി തീരുന്നു. Now there are a lot of pastors. ഇന്നത്തെ കാലത്ത് ഒരുപാട് പാസ്റ്റർമാരുണ്ട്. Online pastor, ഓൺലൈനിൽ worship pastor, ആരാധന പാസ്റ്റർ, media pastor, മീഡിയയിൽ പാസ്റ്റർ ഉണ്ട്. I don't know whether there is a PA system pastor, but there are a lot of pastors nowadays. ഈ പദത്തെ വളരെ ദുർവിനിയോഗം ചെയ്തിരിക്കുന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ. If somebody is an evangelist, call them evangelists. ഒരു ആരെങ്കിലും ഒരു ഇവാഞ്ചലിസ്റ്റ് ഒരു ശുശ്രൂഷക്കാരനായിരിക്കുന്നെങ്കിൽ somebody an apostle, call them apostle. Somebody is a teacher, fine, call them a teacher. Our Jesus himself was called as a teacher by many. ഒരുവൻ അപ്പോസ്തലനായിരിക്കുന്നുവെങ്കിൽ അങ്ങനെ വിളിക്കുക. ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നു എങ്കിൽ അങ്ങനെ വിളിക്കുക. നമ്മുടെ കർത്താവായ യേശു പോലും ഗുരു എന്ന് വിളിക്കപ്പെട്ടിരുന്നല്ലോ. Because of that, this title has got his own problems now. അതുകൊണ്ട് ഈ പദത്തിന് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട്. Okay, let me come back. So here what is happening is, as God wanted to give a message, he asked specifically Zechariah to do something. ഞാൻ നമ്മുടെ ഈ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ദൈവം ഒരു വാക്ക് ഒരു വചനം അയക്കുവാൻ ആഗ്രഹിച്ചു. താൻ സഖറിയാവിനോട് കൂടി അറിയിക്കുകയാണ്. 11 verses 4 to 6, and I'm going to just now go through all of those verses. You can come along, and where I feel like I need to stop and read, I will read. But here what happens is, Zechariah was supposed to become a shepherd doomed to slaughter the sheep. ഇവിടെ 11:4 മുതൽ or the sheep doomed to slaughter. To be slaughtered. Yeah. 11:4 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ സഖറിയാവ് ഒരു ആട്ടിടയനാകുവാൻ തുടങ്ങുകയാണ്, ചിന്തിക്കുകയാണ്. അല്ല, ചിന്തിക്കല്ല, ദൈവം അവനോട് പറയുകയാണ്. ദൈവം തന്നോട് പറയുകയാണ്, അതോടുകൂടെ ഈ അറുക്കപ്പെടുവാനുള്ള ആടുകളെ മേയ്ക്കുവാൻ. Yeah, shepherd the flocks intended for slaughter. അവരെ കൊല്ലുവാൻ അല്ലെ അറുക്കുവാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന. And then he says that those who sell them and buy them, they are saying, blessed be the Lord because I have become rich out of them. അവർ പറയുകയാണ്, അവയെ വിൽക്കുന്നവർ പറയുകയാണ്, ഞാൻ ധനവാനായി തീർന്നിരിക്കുന്നു, യഹോവയ്ക്ക് സ്തോത്രം. Their own shepherds don't have any compassion for them. അവർക്കൊരു മനസ്സലിവില്ല, ഒരു ആദരവില്ല. And he says, I will no longer have compassion on the inhabitants of the land. ഇങ്ങനെ തുടരുന്നു, ഞാൻ ഇനി ദേശനിവാസികളെ ആദരിക്കുന്നില്ല. So what is happening here is, there is no intention to show compassion. ഇവിടെ നാം മനസ്സിലാക്കുന്ന ഒരു മനസ്സലിവ് കാണിക്കുവാനുള്ള ഒരു താല്പര്യം. They are acquiring wealth, they are gaining wealth. Their only goal is to slaughter them. അവരെ ധനം കൂടുവാനാണ് അവർ ആഗ്രഹിക്കുന്നത്, ഈ ആടുകളെ അറുക്കപ്പെടുവാൻ വേണ്ടി. Those who sell, those who buy, their intention is they have to become rich. They need money. അവരെ വിൽക്കുന്നവരും വാങ്ങുന്നവരും ധനവാന്മാരാകുവാൻ ആഗ്രഹിക്കുന്നു. Today we see a lot of people like that. ഇങ്ങനെയുള്ള പലരെയും നാം That's what was happening over that time too.
ആ സമയത്തും അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. These people didn't care about, they didn't have compassion over people. ഒരു ആദരവില്ലാത്ത, ഒരു മനസ്സലിവില്ലാത്ത ഒരു കൂട്ടം They were only looking at their pocket. അവരുടെ ധനത്തെ കുറിച്ച് മാത്രം അവർ ചിന്തിക്കുന്നു. And God is asking Zechariah, go and play this role of a shepherd for such people. ദൈവം സഖറിയാവിനോട് പറയാണ്, ഇങ്ങനെയുള്ളവരുടെ മധ്യേ ഒരു ആട്ടിടയനായി do this job. That's what God asked him. ആ ദൗത്യം ഏറ്റെടുക്കുക. So he shepherded the flock intended for slaughter and oppressed of the flock. അവരെ ആ കീഴടക്കി വെച്ചിരിക്കുന്നവരെ അല്ലെങ്കിൽ അറുക്കുവാൻ വേണ്ടി ഒരുക്കിയിരുന്ന ആ ആടുകളെ മേയ്ക്കുവാൻ താൻ ചെല്ലുന്നു. So you understand, these are the sheep which were, their destiny was they were going to be slaughtered. മനസ്സിലാക്കണം, ഈ ആടുകൾ അവരുടെ തകർച്ചയിലേക്കാണ് അല്ലെങ്കിൽ അറുക്കപ്പെടുവാൻ വേണ്ടി അവർ ഒരുക്കി. And he had two staff in his hands as he was going to execute his shepherd's responsibility. അങ്ങനെ താൻ ആ ദൗത്യം തുടങ്ങുവാൻ ആരംഭിക്കുമ്പോൾ തന്റെ കയ്യിൽ രണ്ട് വടി ഉണ്ടായിരുന്നു. First was called as favor. ഒന്നാമത്തേത് ഇൻപമെന്നും, the second was called as union. രണ്ടാമത്തേത് ഒരുമ എന്നും. And he starts his shepherd ministry with a positive intent. ഒരു നല്ല ചിന്തയോടുകൂടെയാണ് ഈ ആട്ടിടയ ശുശ്രൂഷ താൻ ആരംഭിക്കുന്നത്. So because one is favor and the other staff is union. കാരണം ഒന്നാമത്തേത് ഇൻപമെന്നും രണ്ടാമത്തേത് ഒരുമ എന്നും. 7ാം വാക്യം. With the favor, God wanted to bring them back, and there was a covenant God wanted to make. God already made covenant with his people, and the favor of God is shown there. എന്നാൽ ആ ഇൻപം ദൈവത്തിന്റെ ഫേവർ അവിടെ കാണുകയാണ്. ദൈവം ഒരു ഉടമ്പടി ചെയ്തു, അവരെ അതിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. And the union shows God's intent to shepherd them so that the two nations, Israel and Judah, will be united. അവിടെ ഒരുമ എന്ന ആ വടി കാണിക്കുന്നത് ഇസ്രായേലും യഹൂദയും അവർ ഒന്നിച്ചു നിൽക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നതിനെയാണ്. In the midst of that, something happens. ഇതിന്റെ മധ്യേ ഒരു സംഭവം ഉണ്ടാകുന്നു. He removes the defective shepherds or leadership. തെറ്റിപ്പോയ ഇടയന്മാരെ ദൈവം മാറ്റുന്നു. In verse, Zechariah gets rid of them. It says in verse 8, in 1 month I got rid of 3 shepherds. I became impatient with them and they also detested me. 8ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, എന്നാൽ ഞാൻ ഒരു മാസത്തിൽ 3 ഇടയന്മാരെ ഛേദിച്ചു കളഞ്ഞു, എനിക്ക് അവരോട് വെറുപ്പ് തോന്നി. We're not clear what is referring to, but one thing is clear, that the defective shepherds were removed. അവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് വളരെ വ്യക്തമായി പറയുന്നില്ല. എന്നാൽ തെറ്റിപ്പോയ ഇടയന്മാരെ ഛേദിച്ചു കളയുന്നതായി. So he removes them, and then what happens is he says, I will no longer shepherd you. Let what is dying die, let what is perishing perish, let the rest devour each other's flesh. സഖറിയാവിനെ തുടർന്ന് ഇങ്ങനെ 9ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളെ മേയ്ക്കുകയില്ല, മരിക്കുന്നത് മരിക്കട്ടെ, കാണാതെ പോകുന്നത് കാണാതെ പോകട്ടെ. So the reason, because these people didn't want to come back, and whatever the issues were, basically he starts on a journey, and as per what God said, and he is now saying, I'm not going to shepherd you anymore. താനൊരു നല്ല ഉദ്ദേശത്തോടു കൂടെ ഈ ദൗത്യം ആരംഭിക്കുന്നു, മടക്കി കൊണ്ടുവരുവാൻ വേണ്ടി, ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി. എന്നാൽ ഒരു സമയം എത്തുമ്പോൾ ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. And he breaks the staff called as favor. എന്നിട്ട് ഈ ഇമ്പം എന്ന കോലെടുത്ത് ഒടിച്ചു കളഞ്ഞു. And then he also breaks, later down in verse 14 you will see that he also breaks the staff called as union. എന്നാൽ തുടർന്ന് വായിക്കുമ്പോൾ 14ാം വാക്യത്തിൽ ഈ ഒരുമ എന്നുള്ള വടിയെയും ഒടിക്കുന്നു. The covenant is broken and the bond of unity is broken. ഈ ആ ഉടമ്പടിയും ഒടിഞ്ഞു പോയി, ആ ഒരുമയും ഒടിഞ്ഞു പോയി. He rejected his people. ജനത്തെ താൻ ത്യജിച്ചു കളഞ്ഞു. Remember, this is a prophetical message which God is giving. മനസ്സിലാക്കണം, ഇതൊരു പ്രവാചക വാക്കുകളാണ്. It shows the 2 types of shepherds which existed. ഇവിടെ കാണിക്കുന്നത് 2 തരത്തിലുള്ള ഇടയന്മാരെ. It also shows the condition of the sheep. ആടുകളുടെ ഒരു അവസ്ഥയും ഇവിടെ കാണിക്കുന്നു. And why would he do this? എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? Why would he be discouraged? ഈ നിരാശപ്പെട്ടത് എന്തുകൊണ്ടാണ്? Why would he do this even though he was acting on the word of God? He gets rid of these, he breaks the staff and he does these things. ദൈവവചനം അനുസരിച്ച് പ്രവർത്തിക്കുന്നു, നല്ല ഉദ്ദേശത്തോട് തുടങ്ങിയെങ്കിലും എന്തുകൊണ്ടാണ് ഇതും ഈ 2 വടിയും മുറിച്ചു കളഞ്ഞത്? And he gets rid of the shepherds which needed to be removed, the defective leadership, he removes them also. ആ തെറ്റിപ്പോയ ഇടയന്മാരെ താൻ മാറ്റുകയും ചെയ്യുന്നു. And now what happens is, when he says I'm not going to do this, എന്നാൽ ഇപ്പോൾ ഇത് ഞാൻ ഇനി തുടർന്ന് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ, and they pay him the wages. തനിക്ക് തന്റെ കൂലി ലഭിക്കുന്നു. How much did he get? എത്രയാണ് കിട്ടുന്നത്? And he says, if it seems right to you, give me my wages, but if not, keep them.
നിങ്ങൾക്ക് നന്നായി തോന്നുന്നുവെങ്കിൽ എനിക്ക് എൻ്റെ കൂലി തരിക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അത് വെക്കുക. So how much he gets? He gets 30 pieces of silver. തനിക്ക് എത്രയാണ് ലഭിക്കുന്നത്? തനിക്ക് 30 വെള്ളിക്കാശ് ലഭിക്കുന്നു. So before that, when you read verse 10, it says, when he breaks the staff called favor and cuts into two, and he nullifies the covenant he made with all the people. ഇമ്പം എന്നുള്ള കോലെടുത്ത് ഞാൻ സകല ജാതികളോടും ചെയ്ത എൻ്റെ നിയമം മുറിച്ചു കളഞ്ഞപ്പോൾ, and it was annulled on that day, and so oppressed of the flock who were watching me knew that it was the word of the Lord. അതേ ആ ദിവസത്തിൽ തന്നെ മുറിഞ്ഞുപോയി. അങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരുന്ന കൂട്ടത്തിന്റെ അരിഷ്ടതയേറിയവ അത് ദൈവത്തിന്റെ അരുളപ്പാടെന്ന് ഗ്രഹിച്ചു. That was the word of the Lord. അത് ദൈവത്തിന്റെ അരുളപ്പാട്. And then he gets out of it. അതിൽ നിന്ന് ആ ദൗത്യത്തിൽ താൻ. And how much did they pay? എത്രയാണ് തനിക്ക് ലഭിച്ച? They paid him 30 silver. 30 വെള്ളിക്കാശ്. So 30 silver was the money you are supposed to pay. When you read Exodus chapter 21 verses 32, this was the amount which was supposed to be paid if someone's slave was got by an ox. പുറപ്പാട് പുസ്തകം 21:32 നാം വായിക്കുമ്പോൾ ഒരുവന്റെ ദാസനെ ഒരു കാള കൊല്ലുകയാണെങ്കിൽ എന്താണ്? At that time you have to pay 30 silver pieces. അവിടെ 30 വെള്ളിക്കാശ് മടക്കി കൊടുക്കണം. And when you come to Matthew 27, we read that Judah Iscariot was paid 30 pieces of silver for deceiving Christ, or telling and showing Christ. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്ക് കാണാം, യൂദ വാങ്ങിച്ചത് ഈ 30 വെള്ളിക്കാശാണ് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുവാൻ, കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി. 30 pieces of silver. 30 വെള്ളിക്കാശ്. What happened there? എന്താണ് അവിടെ സംഭവിക്കുന്നത്? The Messiah who came to save the people, തന്റെ ജനത്തെ രക്ഷിക്കുവാൻ വന്ന മശിഹ, he was sold as a slave for 30 pieces of silver. തനിക്ക് തന്നെ വിറ്റുകളഞ്ഞു വെറും 30 വെള്ളിക്കാശിന്. The value put for betraying him was 30 pieces of silver. തന്നെ ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി ചോദിച്ച കൂലി 30 വെള്ളിക്കാശാണ്. Which was the price which was put on a slave when that slave was gouged by somebody's ox, and the owner of the ox had to pay that money. ഒരുവന്റെ കാള കാരണം ഒരു ദാസൻ കൊല്ലപ്പെടുകയാണെങ്കിൽ കൊടുക്കേണ്ടുന്ന കൂലി ഈ 30 വെള്ളിക്കാശാണ്. Here Zechariah is also paid 30 pieces of silver. ഇവിടെ നമുക്ക് കാണാം സഖറിയാവിനും ലഭിക്കുന്നത് 30 വെള്ളിക്കാശ്. But what did God say? ദൈവം എന്താണ് അവിടെ പറയുന്നത്? God says, throw it to the potter. അത് ഭണ്ഡാരത്തിൽ ഇട്ട് കളയുക. And the Lord says him, this magnificent price, I was valued by them. അത് എന്നെ മതിച്ചിരിക്കുന്ന മനോഹര വില തന്നെ. So then Zechariah takes the 30 pieces silver and throws it into the house of the Lord to the potter. അങ്ങനെ സഖറിയാവ് ആ 30 വെള്ളിക്കാശ് വാങ്ങി യഹോവയുടെ ആലയത്തിലെ. That's the time he cuts the second staff, which is the staff of union. ആ സമയത്താണ് നാം കാണുന്നത് ഒരുമ എന്ന മറ്റേ കോൽ ഒടിച്ചു കളയുന്നത്. Then God is addressing what will happen to the people who doesn't want to come back to him. അതിനുശേഷം യഹോവ തന്നോട് പറയുന്നു, തന്നിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കാത്ത ജനത്തിന് എന്ത് സംഭവിക്കും? I'm thinking some of you may have got lost so far a little bit in the middle. ഞാൻ ചിന്തിക്കുന്നു ഈ കാര്യത്തിൽ ഇതെല്ലാം കേട്ട് ഒന്ന് വിഷമിച്ചിരിക്കുകയാണെന്ന്. Not വിഷമിക്കല്ല. Yeah, it's a little bit difficulty in understanding. ഇത് മനസ്സിലാക്കുവാൻ അല്പം പ്രയാസമുണ്ട്. So let me try to explain it in a little bit more simple way. കുറച്ചുകൂടെ ലളിതമായി ഞാൻ പറയാൻ ശ്രമിക്കട്ടെ. So Zechariah goes and he takes up charge of shepherding a group of people who were slated to be slaughtered. സഖറിയാവ് വന്ന് ഒരു കൂട്ടം ജനത്തെ ഏറ്റെടുക്കുന്നു. അവർ അറക്കപ്പെടുന്ന. The message is he gets rid of the people who were oppressing them and taking advantage of them. അവരെ അപ്പോൾ നയിച്ചുകൊണ്ടിരുന്ന, എന്നാൽ അവരെ ബന്ധിച്ചിരുന്ന, അവരെ ചൂഷണം ചെയ്തിരുന്ന ചിലരെ താൻ മാറ്റി. And those who were trying to become rich on their own, അവരെയും അതോടുകൂടി ഈ ജനത്തിനെ ചൊല്ലി ധനം ഉണ്ടാക്കുന്നവരെയും താൻ മാറ്റി. And but he could not continue. എന്നാൽ ആ തലത്തിൽ തനിക്ക് തുടരുവാൻ കഴിഞ്ഞില്ല. So the good shepherd could not continue. നല്ല ഇടയന് മുന്നോട്ട് നീങ്ങുവാൻ കഴിയുന്നില്ല. He was taken back. താൻ തിരിച്ചുപോയി. When he came to do the shepherd ministry, he came with two staff. One is the staff of favor, and other was a staff of union.
താൻ ഈ ഇടയ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ രണ്ട് വടിയോടുകൂടെയാണ് വരുന്നത്. ഒന്ന് ഇൻപം എന്ന വടി, മറ്റൊന്ന് ഒരുമ. And he says, I'm no more going to be your shepherd. താൻ തുടർന്ന് പറയുകയാണ്, എനിക്കിനി മുന്നോട്ട് ഇടയനായി നിൽക്കുവാൻ Let കഴിയുന്നില്ല. the dying die. മരിച്ചു പോകുന്നവർ മരിച്ചു പോകട്ടെ, Let the perishing perish. നശിച്ചു പോകുന്നവർ നശിച്ചു If somebody പോകട്ടെ, is left, let them devour each other. അവർ തമ്മിൽ മാംസം കഴിക്കട്ടെ. It shows the pathetic condition of people who doesn't want to come back to God even when God provides them a good shepherd. ഇവിടെ നാം കാണുന്നത് ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയാതെ, മടങ്ങി വരുവാൻ മനസ്സില്ലാതെ, ഒരു ഇടയനെ നൽകിയിട്ട് പോലും മടങ്ങി വരുവാൻ മനസ്സില്ലാത്തവരുടെ ഒരു They പരിതാപകരമായ gave the അവസ്ഥയാണ്. price as 30 pieces of silver when he is getting out of that responsibility. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് താൻ മാറുമ്പോൾ 30 വെള്ളിക്കാശ് കൊടുത്ത് ആ കൂലി കൊടുത്ത് തീർക്കുന്നു. Years later, വർഷങ്ങൾക്ക് ശേഷം Jesus Christ came യേശു വന്നു. and he tried to restore the people. തന്റെ ജനത്തെ താൻ വീണ്ടെടുക്കുവാൻ ശ്രമിച്ചു. He told them the way, അവർക്ക് വഴി താൻ കാണിച്ചു കൊടുത്തു, പറഞ്ഞു കൊടുത്തു. but they rejected him. എന്നാൽ തന്നെ തള്ളിക്കളഞ്ഞു. He came to his own, they rejected him. തന്നിലുള്ളതിൽ തന്നെ താൻ വന്നു, എന്നാൽ തന്നെ തള്ളിക്കളഞ്ഞു. He did a lot of miracles and wonderful things among them. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. He proclaimed the good news of the kingdom to them. ദൈവരാജ്യത്തിന്റെ സുവാർത്ത അവർക്ക് പറഞ്ഞു കൊടുത്തു. He went to synagogues and he explained the scriptures. He expounded from the prophets and he told them about everything. ആലയത്തിൽ ചെന്ന് താൻ വചനത്തെ താൻ വെളിപ്പെടുത്തി കൊടുത്തു, താൻ അതിനെ വ്യാഖ്യാനിച്ചു But കൊടുത്തു. his own rejected him. എന്നാൽ തന്നിലുള്ളവർ തന്നെ His own did not accept him. തന്നെ അവർ സ്വീകരിച്ചില്ല. In the end, he was sold for a price of 30 silver pieces. അവസാനം വെറും 30 വെള്ളിക്കാശിന് വേണ്ടി തന്നെ വിറ്റ് കളഞ്ഞു. And we all know that because of that, he ultimately died on the cross. നമുക്കറിയാം ഇതെല്ലാം കാരണം താൻ അവസാനം ക്രൂശിൽ മരിച്ചു. A people not willing to accept the shepherd, the good shepherd. നല്ല ഇടയനെ സ്വീകരിക്കുവാൻ കഴിയാത്ത ഒരു ജനം. And when you read the Gospel of John, he says, Jesus said, I am the good shepherd. യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ നാം വായിക്കുന്നു, യേശു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. And in today, he is our good shepherd. ഇന്നും നമ്മുടെ യേശു തന്നെയാണ് നമ്മുടെ നല്ല ഇടയൻ. We need to hear his voice. നാം യേശുവിന്റെ വാക്കുകൾ കേൾക്കണം, ശബ്ദം When the good മനസ്സിലാക്കണം. shepherd takes care of us, നല്ല ഇടയൻ നമുക്ക് വേണ്ടി കരുതുമ്പോൾ there are few things which will happen in our life. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. He will not allow us to die. നമ്മെ മരിച്ചു പോകുവാൻ He will സമ്മതിക്കുകയില്ല. not allow us to perish. നശിച്ചു പോകുവാൻ സമ്മതിക്കുകയില്ല. He doesn't want us to devour one another and die. മറ്റുള്ളവനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നുകളയുവാൻ നാം സമ്മതിക്കുകയില്ല. And that's what Zechariah is saying. I'm going to let you die. I'm going to let you perish. I'm going to let you devour one another because you are a group of people who are not willing to be shepherded by a good shepherd. അതേ വാചകങ്ങൾ തന്നെയാണ് സഖറിയാവും പറയുന്നത്. നിങ്ങൾ മരിച്ചു പോകുവാൻ ഞാൻ അനുവദിക്കും, നിങ്ങൾ നശിച്ചു പോകാൻ ഞാൻ അനുവദിക്കും, അന്യോന്യം മാംസം തിന്നുവാൻ ഞാൻ അനുവദിക്കും, കാരണം നിങ്ങൾ ശബ്ദം കേട്ട് മടങ്ങി വന്നില്ല. And the good shepherd, as I told, there are two shepherds mentioned. The good shepherd, even though the good shepherd came with favor and union, the people could not accept him. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, രണ്ട് തരത്തിലുള്ള ഇടയന്മാർ. ആ നല്ല ഇടയൻ നല്ല ഉദ്ദേശത്തോടു കൂടെ വന്നു, ആ ഇമ്പവും ഒരുമയുമുള്ള കോൽ കൊണ്ട്. But just like they rejected Zechariah and Zechariah had to withdraw, they rejected our Jesus Christ also. സഖറിയാവിനെ തള്ളിക്കളഞ്ഞതുപോലെ യേശു ക്രിസ്തുവിനെയും തള്ളിക്കളഞ്ഞു. Now when you read from 15 to 17, there is something happening. 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ That വായിക്കുമ്പോൾ talks about the bad shepherds. അവിടെ മോശപ്പെട്ട ഇടയന്മാരെ കുറിച്ച് I'm going സംസാരിക്കുന്നു. to just tell you plainly what's mentioned there. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ പറയട്ടെ. So they are also called as the foolish shepherds. മൂഢന്മാരായ ഇടയന്മാരെന്ന് അവരെ കുറിച്ച് And പറയുന്നു. God says, I'm about to raise foolish shepherds. അങ്ങനെയുള്ളവരെ ഞാൻ ഉയർത്തുമെന്ന് ദൈവം പറയുന്നു. And what is going to happen? അവിടെ എന്ത് സംഭവിക്കും? They will not care for those who are perishing. അവർ കാണാതെ ചിതറിപ്പോയതിനെ കുറിച്ച് അവർ വിചാരിക്കുകയില്ല. See, the sign of a evil or a bad shepherd, they won't care about the people who are perishing. ഒരു തുമ്പുകെട്ട ഒരു ദുഷ്ടനായ ഒരു ഇടയനെ കുറിച്ച് നാം അവരുടെ ഒരു ലക്ഷണം ഇതാണ്, നശിച്ചു പോകുന്നതിനെ കുറിച്ച് അവർക്ക് വിചാരമില്ല. They will not seek the lost or heal the broken. അവർ നശിച്ചു പോയതിനെ, അവർ വഴിതെറ്റിപ്പോയതിനെ അവർ വീണ്ടെടുക്കുവാൻ ശ്രമിക്കുകയില്ല. They will not sustain the healthy. അവർ നന്നായിരിക്കുന്നതിനെ അങ്ങനെ തന്നെ നിലനിർത്തുവാൻ And they will devour the flesh out of the fat sheep and tear off their hooves. തടിച്ച ആടുകളുടെ മാംസം അവർ എടുത്തു കളയും. See, there are few things in a shepherd ministry. ഒരു ഇടയ ശുശ്രൂഷയിൽ ചില ദൗത്യങ്ങളുണ്ട്. One is caring for the perishing. നശിച്ചു പോകുന്നവർക്ക് വേണ്ടി അവരെ കെയർ ചെയ്യുന്നത്. Seek the lost.
നഷ്ടപ്പെട്ടതിനെ heal കണ്ടെത്തുന്നത്, the broken, തകർന്നു പോയതിനെ ആശ്വസിപ്പിക്കുന്നത്, also sustain the healthy. നന്നായി നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നതിനെ നിലനിർത്തുന്നത്. And a good shepherd will never devour the flesh of the sheep. ഒരു ആടിന്റെ മാംസം അത് തിന്നുവാൻ ഒരിക്കലും ഒരു നല്ല A good ഇടയൻ shepherd ആഗ്രഹിക്കില്ല. will not go looking who is the fat sheep so that I can eat. ഒരു നല്ല ഇടയൻ ഒരിക്കലും അതിൽ ഏറ്റവും കൂടുതൽ തടിച്ചത് ഏതാണെന്ന് നോക്കി അതിനെ ചൂഷണം ചെയ്യുവാൻ പോവുകയില്ല. The good shepherd will care for the healthy so that they can be sustained. ആരോഗ്യമുള്ളതിനു വേണ്ടി അതിനും കരുതൽ കൊടുത്ത് അതിനെ നിലനിർത്തുവാൻ താൻ ആഗ്രഹിക്കുന്നു. The good shepherd will seek the lost. ഒരു നല്ല ഇടയൻ നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കുവാൻ ശ്രമിക്കുന്നു. Will heal the broken. തകർന്നു പോയതിനെ ആശ്വസിപ്പിക്കാൻ, Will care for the perishing. നശിച്ചു പോകുന്നതിന് വേണ്ടി കരുതുന്നു. A good shepherd will not come and say, "You give me money, I will pray for you." ഒരു നല്ല ഇടയൻ ഒരിക്കലും വന്ന് പറയുകയില്ല, എനിക്ക് നിങ്ങൾ പണം തരിക, എന്നാൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. A good shepherd will never say, "Send me the money, I will pray for you." ഒരു നല്ല ഇടയൻ ഇങ്ങനെ പറയുകയില്ല, പണം തരിക എന്നാൽ പ്രാർത്ഥിക്കാം. Many shepherd or many who pretended to be shepherds and who said things like that, today the world has been exposed to their falsehood. അങ്ങനെ ഇടയനായി ചമിഞ്ഞ് നടന്ന് ഇങ്ങനെ പണം വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്ന, അങ്ങനെ പണം വാങ്ങിക്കാൻ ആഗ്രഹിക്കില്ല, പണം വാങ്ങിച്ചു നടന്നവരുടെ അവരിപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. And God will expose it. ദൈവം അവരെ വെളിപ്പെടുത്തും, അവരെ തുറന്നു കാണിക്കും. So remember, there are evil shepherds, there are good shepherds. മനസ്സിലാക്കുക, നല്ല ഇടയന്മാരുണ്ട്, എന്നാൽ ദുഷ്ട ഇടയന്മാരുമുണ്ട്. The paradox of or the interesting thing in this chapter is when a good shepherd came, people were not willing to accept him. ഈ അധ്യായത്തിലെ ഒരു രസകരമായ വിഷയം ഇതാണ്, നല്ല ഇടയൻ വന്നപ്പോഴും തന്റെ ആടുകൾ തന്നെ സ്വീകരിച്ചില്ല. So the Lord said, "I am going to hand them over to the evil shepherds." അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഞാൻ അത് കാരണം ദുഷ്ട ഇടയന്മാർക്ക് അവരെ കൊടുക്കുന്നു. And they will not care. അവർക്ക് അതിൽ കാര്യമില്ല, അവർക്ക് വിഷയമല്ല. They will not care. The evil shepherds will not care. അവരെ കുറിച്ച് ഒരു വിചാരവും ഈ ദുഷ്ട ഇടയന്മാർക്ക് ഉണ്ടാകുകയില്ല. Finally says, "Woe to the worthless shepherd." അവസാനം ഇങ്ങനെ പറയുന്നു, ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ച് കളയുന്ന തുമ്പുകെട്ട ഇടയന്, Who deserts the flock. ഉപേക്ഷിക്കുന്ന ഇടയന്. May the sword strike his arm and his right eye. അവന്റെ ഭുജത്തിനും വലങ്കണ്ണിനും വരൾച്ച വരട്ടെ. May his arm be completely withered, his right eye totally blinded. അവന്റെ ഭുജം അശേഷം വരണ്ടും വലങ്കണ്ണ് അശേഷം ഇരുണ്ടും പോകട്ടെ. Even though God handed these people over to the evil shepherds, God was not like pleased or anyway liking these evil shepherds or the bad shepherds. ദൈവം ആ ജനത്തെ ഈ ദുഷ്ട ഇടയന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു, എന്നാലും ആ ഇടയന്മാരെ ദൈവം ഇഷ്ടപ്പെടുന്നു എന്ന് അതിന് അർത്ഥമില്ല. Remember, as I told you, many times during this series, this was a message for Israelites. ഈ പരമ്പരയുടെ പല പ്രാവശ്യവും ഞാൻ പറഞ്ഞതുപോലെ ഈ സന്ദേശം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയുള്ളതാണ്. But we can learn a lot of things from that. എന്നാൽ അതിൽ നിന്ന് നമുക്ക് അധികം കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. We can learn about the fact that we have a good shepherd who cares for us. നമുക്ക് പഠിക്കുവാൻ ഒരു കാര്യമുണ്ട്, നമുക്കൊരു നല്ല ഇടയനുണ്ട്, നമ്മൾക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല ഇടയൻ. He cares for the perishing. നശിച്ചു പോകുന്നതിനെ ഓർത്ത് കരുതുന്നു. See, our good shepherd cared for us. That's why he came and sought us and saved us. നമ്മുടെ നല്ല ഇടയന് നമ്മളെ കുറിച്ച് വിചാരമുണ്ട്, അതുകൊണ്ടാണ് നമ്മളെ അന്വേഷിച്ച് നമുക്ക് വേണ്ടി. Remember the time when you were lost. നാം നഷ്ടപ്പെട്ടു പോയിരുന്ന ആ സമയത്തെ ഓർത്ത്. Remember the time when you were broken. തകർന്നിരുന്ന സമയത്തെ ഓർത്ത് നോക്കുക. Remember the times when you were in a bad shape. ഒരു മോശപ്പെട്ട ഒരു അവസ്ഥയിൽ കൂടെ കടന്നുപോയത് ഓർത്തുകൊള്ളുക. Either the good shepherd came to you or he sent some shepherds to you. ഒന്നുകിൽ ആ നല്ല ഇടയൻ നേരിട്ട് വന്നു, അല്ലെങ്കിൽ നല്ല ഇടയന്മാരെ, മറ്റു നല്ല ഇടയന്മാരെ നിങ്ങളിലേക്ക് അയച്ചു. Because he cares for his people. കാരണം തന്റെ ജനത്തിനു വേണ്ടി താൻ കരുതുന്നു. Even today God does that. ഇന്നും ദൈവം അത് ചെയ്യുന്നു. God does that. ദൈവം അത് ചെയ്യുന്നു. And God works through his servants. തന്റെ സെർവൻസിലൂടെ ദൈവം ഇപ്പോഴും തുടർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. And the good shepherd will sustain the healthy. നല്ല ഇടയൻ നല്ല ആരോഗ്യമുള്ളതിനെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. Bad shepherds will try to take advantage of the healthy ones and deplete them, but a good shepherd will make sure
that the healthy ones are sustained. നല്ല ആരോഗ്യമുള്ളത് മാംസമുള്ളതിനെ ചൂഷണം ചെയ്യുവാൻ, അതിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുവാൻ വേണ്ടി ദുഷ്ടയിടയന്മാർ ശ്രമിക്കുമ്പോൾ നല്ല ഇടയൻ അവരെ നിലനിർത്തുന്നു, പുലർത്തുന്നു. This morning, people of God, as I conclude, ഇന്ന് പ്രഭാതത്തിൽ ദൈവജനമേ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ, what a privilege it is that we have a good shepherd, our Lord Jesus Christ. എത്ര മനോഹരമായ അവസ്ഥയാണിത്, നമുക്ക് യേശു ക്രിസ്തുവിൽ ഒരു നല്ല ഇടയനുള്ളത്. I praise God because we have Jesus Christ as our chief shepherd. യേശു ക്രിസ്തു നമ്മുടെ മുഖ്യ ഇടയനായി നമ്മുടെ കൂടെ ഉള്ളതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And I thank God for all the worldly leadership God has placed in our lives. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവം നിയമിച്ചിരിക്കുന്ന നല്ല നായകന്മാരെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. If you feel like you have a good shepherd, or if you have the leadership of good people in your life, always be thankful. നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നല്ല ഇടയന്മാർ, നല്ല നായകന്മാർ നമ്മുടെ ജീവിതത്തിൽ നമ്മെ നയിക്കുന്നുവെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. Because there are many who wants to take advantage of the sheep, who wants to deplete the healthy, who wants to basically take advantage of them. But God in His mercy has given us shepherds, leaders, people in our lives who really care for us. കാരണം ഈ ലോകത്തിലുള്ള പലരും നല്ലതിനെ ചൂഷണം ചെയ്യുവാൻ, നല്ലതിൽ നിന്ന് കൂടുതൽ ഇങ്ങോട്ട് പിടിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നല്ല ഇടയന്മാരെ, നല്ല നായകന്മാരെ നമുക്ക് നൽകിയിരിക്കുന്നു, നമ്മളെ നയിക്കുവാൻ. There are many who are good at manipulating people. മറ്റു മനുഷ്യരെ ചൂഷണം ചെയ്യുവാൻ വേണ്ടി പലർക്കും നല്ല കഴിവുണ്ട്. They will say nice things and take something. നല്ല വാക്കുകൾ പറഞ്ഞ് നന്മകൾ കൈപ്പറ്റും. But the good shepherds will not take anything from you. Like Paul, he would say, I have not taken anything from you. I have provided you from my own sources, and I have always worked hard so that I can do what God has called me to do. ദൈവം നമുക്ക് നല്ല ഇടയനായി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. പൗലോസിനെ പോലെ താൻ പറയുന്നത്, ഞാൻ നിങ്ങളിൽ നിന്നൊന്നും വാങ്ങിച്ചില്ല, ഞാൻ എൻ്റെ കൈയുടെ അധ്വാനം കൊണ്ട്, ഞാൻ കഠിനാധ്വാനം കൊണ്ട് നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്തിട്ടുള്ളൂ. It is in the case of Israelites, because they were not willing, God handed them over to evil shepherds, to be taken care by evil shepherds. ഇസ്രായേൽ മക്കളുടെ ആ പശ്ചാത്തലത്തിൽ ആ സമയത്ത് അവർ മടങ്ങി വരുവാൻ, ദൈവത്തിലേക്ക് വരുവാൻ അവർ മനസ്സ് വെച്ചില്ല. അവരെ ദുഷ്ട ഇടയന്മാരിൽ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. Even though the Lord says, woe to these worthless shepherds, still He allowed His own people to go under their leadership and allowed them to be taken advantage of, because those people were not willing to come back. ദൈവം ഈ ഇടയന്മാരെ നോക്കി, ഈ തുമ്പുകെട്ട ഇടയന്മാരെ നോക്കി പറയുന്നു, അയ്യോ കഷ്ടം, അവർ ചൂഷണം ചെയ്യുന്നു, അവർ നിലനിർത്തുന്നില്ല. This morning, let us be thankful that when there are so many groups, religions, thoughts where they take advantage of people, God allowed us to come to our Creator and Savior, and He allowed the light of the gospel and love of Jesus to come into our lives. ദൈവജനമേ, ഇന്ന് നമുക്ക് സന്തോഷത്തോടുകൂടെ, സ്തുതിയോടുകൂടെ ആയിരിക്കാം. ഈ ലോകത്ത് മറ്റ് പല ചിന്തകളുണ്ട്, മതങ്ങളുണ്ട്, സമൂഹങ്ങളുണ്ട്, ചിന്തകളുണ്ട്. അതെല്ലാത്തിലും മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന അവസ്ഥയിലായിരിക്കുമ്പോൾ നാം ആയിരിക്കുന്നത് നല്ല ഇടയന്റെ കീഴിൽ, സൃഷ്ടാവിന്റെ അരികിൽ സുവിശേഷം കേട്ട് അതിന്റെ കീഴിൽ നാം ആയിരിക്കുന്നത്. Unfortunately, there are many people who call themselves as Christians, who have a label as Christians, who claim to be from the Bible, but they are still taking advantage of many people. Let me tell you, we should be thankful that God has brought us into freedom. God has got us into a position where we can simply thank the Lord and freely do what God wants us to do. ക്രിസ്ത്യാനി എന്ന നാമം എടുത്ത് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന പലരുമുണ്ട്. അങ്ങനെയുള്ള പലരും ഈ ലോകത്തുള്ളപ്പോൾ ദൈവം നമ്മെ സ്വാതന്ത്ര്യത്തിനായി വിളിച്ചു, സ്വാതന്ത്ര്യത്തിലാക്കിയിരിക്കുന്നു. ദൈവസന്നിധിയിൽ നിൽക്കുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Always be mindful. നാം എപ്പോഴും ഓർക്കണം, there are good shepherds, bad shepherds. നല്ല ഇടയന്മാരുണ്ട്, ദുഷ്ട ഇടയന്മാരുണ്ട്. And there are many. അങ്ങനെ പലരുമുണ്ട്. And here, this message, as I said in the beginning, when people rejected the good one, they were rejected by God. ഇവിടെ നാം വായിക്കുന്നത് ഈ സന്ദേശത്തിൽ, ജനം നല്ല ഇടയനെ തള്ളിക്കളഞ്ഞപ്പോൾ ദൈവം ജനത്തെ തള്ളിക്കളഞ്ഞു.
Second, we saw that God let his people to fall under the evil shepherds. അതിനുശേഷം ദൈവം ദുഷ്ട ഇടയന്മാരുടെ കീഴിൽ അകപ്പെടുവാൻ ഈ ജനത്തെ സമ്മതിച്ചു. So this is an open-ended message. ഇതൊരു ഒരു തുറന്ന ഒരു സന്ദേശമാണ്. I cannot nail it down to one thing and stop it here. ഒരു വിഷയത്തിൽ കൊണ്ട് നിർത്തുവാൻ ഇത് സാധിക്കുന്നില്ല. Because there are a lot of practical implications of this. പ്രായോഗികമായി പല വിഷയങ്ങൾ ഇതുമായി If I get ബന്ധപ്പെട്ടുണ്ട്. into the practical implications, it can sound a little strange because I am the one who is speaking. ഞാൻ തന്നെയാണ് ഇത് സംസാരിക്കുന്നത്. ഞാൻ പാസ്റ്ററായ നിലയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് കൊണ്ട് അത് അതൊരു പ്രയാസമായി As I prepared തോന്നുമായിരിക്കും. this message, I felt like I could easily, I have a lot of things to say about from this chapter if I am speaking in another church. വേറൊരു സഭയിലാണ് ഞാനിത് പ്രസംഗിക്കുന്നതെങ്കിൽ പ്രായോഗികമായി പല വിഷയങ്ങൾ ഇതുമായിട്ട് Because some of the things പറയുന്നുണ്ട്. practically, if I get it, will point towards me. ഇതിലെ പല കാര്യങ്ങളും ഞാൻ പറയുകയാണെങ്കിൽ അത് എന്നോട് തന്നെ ചൂണ്ടുന്നതായിരിക്കും. No, practical aspects it can point towards me. ഈ വിഷയമായിട്ട് ബന്ധത്തിൽ പ്രായോഗിക ഭാഗങ്ങൾ സംസാരിക്കുമ്പോൾ Since you are intelligent and you are able to understand and comprehend, I will leave it up to you. And but I shared the crux of what that message is all about in that chapter. നിങ്ങൾ ബുദ്ധിയുള്ളവരാണ്, ചിന്തിക്കുന്നവരാണെന്നുള്ള അർത്ഥത്തിൽ ഞാൻ നിങ്ങൾക്ക് അത് ചിന്തിക്കുവാൻ മനസ്സിലാക്കുവാൻ വിടട്ടെ. എന്നാൽ ഇതിന്റെ മൂലധനം ഞാൻ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. I explained in the best way possible within the time constraints we had. പറയുവാൻ കഴിയുന്നതിന്റെ പരമാവധി ഏറ്റവും നന്നായി ഇതിനെ വിശദീകരിച്ചു എന്ന് തന്നെ ഞാൻ കരുതുന്നു. Let's close our eyes. നമ്മൾ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Let's praise God. Let's thank the Lord. And I just want to personally thank my Lord Jesus Christ that he allowed me to hear his voice, the good shepherd's voice. When there are wolves coming, there are many who come to devour. He came as the good shepherd. നമുക്ക് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കാരണം നല്ല ഇടയനായ യേശുവിനെ അറിയാനുള്ള ഭാഗ്യം നമുക്ക് ജീവിതത്തിൽ തന്നു. എന്നാൽ അത് നശിപ്പിച്ചു കളയുവാൻ, തകർക്കുവാൻ ചെന്നായികൾ പലതും കൂടി വരുമ്പോൾ, പലതും പല രീതിയിൽ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന ആ നല്ല അനുഭവങ്ങളെ ഓർത്ത് കർത്താവിനെ അറിയാൻ തന്ന ഭാഗ്യത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നമുക്ക് ദൈവം തന്നിരിക്കുന്ന പ്രെയർ കവറിങ്ങിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. Every day for the last 1 year, more than 1 year, every single day there is prayer going on. Hallelujah. This whole COVID situation, since it started, there is prayer going on. എല്ലാ ദിവസവും പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. ആ പ്രാർത്ഥന എന്തിനാണെന്നറിയാമോ? നമ്മുടെ എല്ലാവരുടെയും പ്രൊട്ടക്ഷന് വേണ്ടി, നമ്മുടെ എല്ലാവരും ദൈവം സംരക്ഷിക്കാൻ വേണ്ടി ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. Why is it happening? It is for our protection. I praise God for people who have come up and taken different roles and responsibilities within the church. ഈ സഭയിൽ പല ദൗത്യങ്ങൾ ഏറ്റെടുത്തിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ദിവസവും നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടി കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാറുണ്ട്. കർത്താവേ, നിഷ്കളങ്കതയോടെ ചിലർ കൂടി വന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഫലമാണല്ലോ ഇത്രത്തോളം ദൈവമേ ആരോഗ്യത്തോടെ ബലത്തോടെ ഞങ്ങളെയെല്ലാം നിർത്തിയത്. പല വാർത്തകൾ പലയിടത്തു നിന്നും കേൾക്കുമ്പോൾ മനസ്സ് തകരുമ്പോൾ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാറുണ്ട്. കർത്താവേ, ഹല്ലേലൂയ. പലരുടെയും കണ്ണുനീരാണല്ലോ കർത്താവേ സമാധാനത്തോടെ ആരോഗ്യത്തോടെ ഇത്രത്തോളം ദൈവം ഞങ്ങളെല്ലാം നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ കരുതലുകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ നമ്മുടെ ശ്രേഷ്ഠ ഇടയനായ യേശു കർത്താവിനെ ഓർത്ത് ഞാൻ ഇന്ന് പകൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. I thank the Lord for our chief shepherd Jesus Christ who gave his life for us. Hallelujah. ഹല്ലേലൂയ. പല ഇടയന്മാർ ആ ജനത്തെ ഡിവോർ ചെയ്യുവാൻ ശ്രമിച്ചപ്പോൾ, പലതിനെ ഹല്ലേലൂയ അതിൽ നിന്ന് ചൂഷണം ചെയ്യാൻ നോക്കിയപ്പോൾ, നമ്മുടെ അരുമനാഥനായ കർത്താവ് ഈ ഭൂമിയിൽ വന്നിട്ട് അവൻ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. അവൻ നമുക്ക് വേണ്ടി തന്റെ ജീവനെ തന്നു. ആ കർത്താവിന്റെ സ്നേഹം ഓർക്കുമ്പോൾ ഇന്ന് രാവിലെ നമുക്ക് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. Let us thank the Lord for his love in our lives. Let's pray. Gracious Heavenly Father, we just want to thank you for this beautiful day. Thank you for once again reminding us of our privileges. Lord, when in the context of where we read this morning from Zechariah chapter 11, when people could not come, when this priest takes up the responsibility and he's given a message, he had to break the staff, take the money and go, throw it at the potter's house, and he had to go.
and you had to hand over the people to the evil shepherds. Lord, we thank you. You brought us under the fold, under the tent of our good shepherd, Lord Jesus Christ. കർത്താവേ, നല്ല ഇടയൻ്റെ ആ കൂടാരത്തിൻ്റെ അകത്ത് വരുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തന്നല്ലോ. ഞങ്ങളുടെ യേശു കർത്താവിനെ അറിയാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തന്നല്ലോ. At the end of the day, we want to hear our good shepherd's voice. ഞങ്ങൾക്ക് ഞങ്ങളുടെ അരുമനാഥന്റെ ശബ്ദമാണ് കേൾക്കേണ്ടത്. അല്ലെങ്കിൽ ഞങ്ങൾ പട്ടുപോകും കർത്താവേ, അല്ലെങ്കിൽ ഞങ്ങൾ തകർന്നു പോകും കർത്താവേ, അല്ലെങ്കിൽ ഞങ്ങൾ വഴിതെറ്റിപ്പോകും കർത്താവേ. ഞങ്ങൾക്ക് ഹല്ലേലൂയ ഇടയന്റെ ശബ്ദമാണെന്ന് പറഞ്ഞ് ഞങ്ങളെ തെറ്റിക്കളയുവാൻ, ഞങ്ങളെ ഹല്ലേലൂയ വഴിതെറ്റി വിടുവാൻ മറ്റ് ശബ്ദങ്ങൾ ഉണ്ടാക്കി വരുന്ന ചെന്നായ്ക്കളുടെ മുമ്പിൽ ഞങ്ങൾ തളർന്നു പോകാതെ ഞങ്ങളുടെ കർത്താവിൻ്റെ ശബ്ദം കേട്ട് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി ഓരോ ദിവസവും ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. Help us to lead every day of our life, remembering and understanding and hearing your voice. Thanking you, praising you. Be with us. In Jesus' name we pray. Amen. Now may the grace of our Lord Jesus Christ, love of the Father and fellowship of the Holy Spirit be with us all from now and forever. Amen. Amen. God bless you. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ച നിങ്ങൾക്ക് മുമ്പിൽ ദൈവം നൽകട്ടെ. Praise God.